വചനത്തിൻ്റെ വെളിപ്പാടുകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ ഇന്നലെ ചിന്തിച്ച ദൈവവചന ഭാഗങ്ങൾ 4-ാം അധ്യായം അതിന് 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇന്ന് നമുക്ക് 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കാനായിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ പശ്ചാത്തലം അബ്രഹാം പാസ്റ്റർ അദ്ദേഹം പ്രീച്ചർ അബ്രഹാം എന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മത്താനോ എന്ന് മാറ്റി അബ്രഹാം എന്നാക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ DP-യിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം അബ്രഹാം പാസ്റ്ററാണ്. അദ്ദേഹത്തെ അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. 4-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കണ്ടതായിട്ടുള്ള കാര്യം, പൗലോസ് അവരോട് സുവിശേഷം അറിയിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളതിനെപ്പറ്റി പറഞ്ഞു. അവരെ ഒരു ശരീര സംബന്ധമായി ഉണ്ടായ പരീക്ഷ നിമിത്തം എന്നാൽ അങ്ങനെ പരീക്ഷ നിമിത്തം നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയി. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞു. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് അദ്ദേഹം പറഞ്ഞത്. പൗലോസ് അവരോട് സുവിശേഷം പറയുകയും അവരെ ഈ ദൈവകൃപയിലേക്ക് നടത്തുകയും ചെയ്തു. എന്നാൽ ഈ സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ഈ പുതിയ ആൾക്കാർക്ക് പൗലോസ് അവരെ ഇനിയും കോണ്ടാക്റ്റ് ചെയ്യാതെ വണ്ണം പൗലോസും ആ ഗലാത്യയിലുള്ള വിശ്വാസികളും തമ്മിൽ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കുകയും വേണം. അതേസമയം അങ്ങനെയുള്ളൊരു പ്രത്യേകത ഇന്നലെ അദ്ദേഹം വിശ്വാസത്തിലേക്ക് നടത്തിയ ഒരാളുടെ അനുഭവം പറഞ്ഞല്ലോ. വളരെ അന്വർത്ഥമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു. അത് അന്വർത്ഥമായിരുന്നു. അപ്പം എല്ലാ ദുരുപദേശക്കാരുടെയും ഒരു ഉദ്ദേശം ശരിക്കും അവരോട് വചനം പറഞ്ഞ് അവരെ ദൈവിക വെളിപ്പാടിലേക്ക് കൊണ്ടുവന്ന വ്യക്തികൾ പിന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഇടയാകാതെ വണ്ണം അവരിൽ നിന്ന് അകറ്റി നിർത്തുക, എന്നിട്ട് അവരെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പാകം ചെയ്യുക, അല്ലെങ്കിൽ അവരെ ശരിയാക്കിയെടുക്കുക, ദൈവികമായിട്ടുള്ള ഡോക്ടറിൽ അകറ്റിക്കൊണ്ട് പോകുക. അപ്പോൾ അതിനുവേണ്ടി പിശാച് കാണിച്ചതുപോലുള്ള തന്ത്രം പ്രയോഗിക്കുക. കാരണം ദൈവം ആദമിനെയും ഹവ്വേനെയും സൃഷ്ടിച്ചു ഏദൻ തോട്ടത്തിലാക്കിയെങ്കിലും, അയ്യോ നിങ്ങൾക്ക് ഇതറിയത്തില്ലേ, ഈ പഴം തിന്നാൽ ദൈവത്തെ പോലെ ആകും, അതുകൊണ്ട് ദൈവം ഇത് പറയാതിരുന്നതാണെന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുകയും ഞങ്ങളുടെ നന്മയും തിന്മയും ഒക്കെ ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാം എന്നുള്ളൊരു നിലയിൽ ആ പഴം പറിച്ച് തിന്നാൻ ഇടയായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതേ നിലയിൽ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കുന്ന നിലയിൽ ദൈവത്തെക്കാളും കൂടുതൽ സ്നേഹം ഞങ്ങൾക്കാണ് നിങ്ങളോടുള്ളത്, ഇതിന് നേരത്തെ ഉപദേശിച്ച ഉപദേശിമാർക്കൊക്കെ എന്തറിയാം, അവർക്ക് എന്ത് വെളിപ്പാടുണ്ട് എന്നൊക്കെയുള്ള നിലയിൽ മറ്റെല്ലാവരെയും ഇകഴ്ത്തി തങ്ങളുടെ സ്ഥാനത്തെ ഉറപ്പിക്കുന്ന ഒരു നിലവാരത്തിലാണ് ഈ ജൂഡേഴ്സേഴ്സ് അവരുടെ ഇടയിൽ വന്നത്. അവരെക്കുറിച്ച് അധികമായിട്ട് എരിവ് കാണിച്ചു എന്നത്, നിങ്ങളെ ആ എരിവ് കാണിക്കുന്നത് നന്മയ്ക്കായിട്ട് അല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് 17-ാം വാക്യം 4-17 വായിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കത്രേ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞതിന് ശേഷം ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളും വീണ്ടും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞതിൽ നിന്ന് ബിജു പാസ്റ്റർ എന്നല്ല അത് നല്ലപോലെ അതിന് എക്സ്പോസ് ചെയ്യാനിടയായി തീർന്നു. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ചൊരു പരിജ്ഞാനപൂർത്തിയിലേക്ക് അവർ കടന്നു വന്നിട്ടില്ല. ക്രിസ്തുവിലുള്ള ആ യഥാർത്ഥ സ്വാതന്ത്ര്യവും ക്രിസ്തുവിലുള്ള യഥാർത്ഥ ക്രിസ്തീയ അനുഭവവും അറിയാൻ തക്കവണ്ണമുള്ള വളർച്ചയിലേക്കും പക്വതയിലേക്കും അവർ വന്നിട്ടില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല അങ്ങനെ വരുന്നത് വരെ പൗലോസ് ആത്മീയമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു, പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി വേദനപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യവും അത് അവർ യഥാർത്ഥ നിലവാരത്തിലേക്കും പരിജ്ഞാനത്തിലേക്കും വരാൻ വേണ്ടി അവരെക്കുറിച്ച് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത്. നമുക്കറിയാം, നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിച്ചത്, ആദ്യത്തെ ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചത്, കാരണം പല സമയങ്ങളിലും മനുഷ്യൻ്റെ അംഗീകാരം ദൈവത്തിൻ്റെ അംഗീകാരത്തെക്കാളും വലുതായിട്ട് തോന്നുകയും ഇങ്ങനെ അവരെക്കുറിച്ച് അമിത താല്പര്യം കാണിച്ച വ്യക്തികളോട് മാനുഷികമായിട്ട് ചേരാനും അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെക്കഗ്നിഷനും ആ നിലയിൽ ലഭിക്കുന്നതായിട്ടുള്ള ചില നന്മകളും ഒക്കെ വലിയതായി കരുതി ദൈവവും ദൈവത്തോടുള്ള ബന്ധവും അത്ര പ്രാധാന്യമുള്ളതാക്കാതെ
ആ നിലയിലുള്ള ചില മനുഷ്യരുടെ അംഗീകാരത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അന്നത്തെ കാലത്ത് പരിച്ഛേദന ഏൽക്കുകയും അതുപോലെ ജാതികളായിരുന്നവർ യഹൂദന്മാരുടെ മര്യാദയൊക്കെ അനുസരിച്ച് നടക്കുമ്പോൾ അവരുടെ ഒരു സോഷ്യൽ റെക്കഗ്നിഷന്റെ ഭാഗമായിട്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ കൂടുതലൊരു അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ നിലയിൽ ജഡത്തിൽ സുമുഖം കാണിക്കേണ്ടതിനെന്ന് 5-ാം അധ്യായത്തിലും നമ്മൾ തുടർന്ന് 5-6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജഡത്തിൽ സുമുഖം കാണിക്കേണ്ടത് നിങ്ങളെ പരിച്ഛേദന ഏൽക്കാനായിട്ട് നിർബന്ധിക്കുന്നതേ ഉള്ളൂ എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ ഈ സത്യം പറഞ്ഞതിന് ശേഷം അവിടെ പ്രധാനമായിട്ട് ആ ഭാഗത്ത് നമ്മൾ കണ്ട ഒരു കാര്യം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ 7-ാം വാക്യത്തിൽ നമ്മൾ അവിടെ അതിന് മുന്നത്തെ ദിവസം കണ്ടത് നിങ്ങൾ ദാസനല്ല പുത്രനത്രേ എന്നുള്ളൊരു ഭാഗമാണ്. നമുക്ക് ഈ മൊത്തം ഈ ഗലാത്യ ലേഖനത്തിൻ്റെ പ്രതിപാദ്യ വിഷയവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പുത്രന്റെ അവസ്ഥ എന്താണ്, ഒരു അടിമയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. അങ്ങനെ ദാസ്യത്വത്തിൽ ഇനി ഇരിക്കേണ്ട ആവശ്യമില്ല, ദാസനായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് പുത്രത്വത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ദാസൻ എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ അതിനെപ്പറ്റി പറഞ്ഞു, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു. നമുക്കറിയാം, ഒരു വീട്ടിലെ ഒരു സെർവൻ്റായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മളെ സഹായിക്കാനും നമുക്ക് വേണ്ടി പണിയെടുക്കാനും ഒക്കെ സെർവൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്, നമ്മളും പലർക്ക് വേണ്ടി പണിയെടുക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും ആ വീട്ടിൽ ഒരു നിശ്ചിത സമയത്തേക്ക് ജോലി ചെയ്തെന്ന് വെച്ചിട്ട് ഒരിക്കലും ആ വീട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ മകനോ അല്ലെങ്കിൽ അവിടുത്തെ വീട്ടിലെ ഒരു അംഗമോ അല്ലെങ്കിൽ വീട്ടുകാരനെ ഏതെങ്കിലും നിലയിൽ വീട്ടുകാരൻ്റെ വസ്തുവകകൾക്കോ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിനോ വേറെ ഏതെങ്കിലും നിലയിലുള്ള അദ്ദേഹത്തിനുള്ള ഭൗതിക നന്മയിലോ ഓഹരിക്കാരനായി തീരുകയില്ല എന്നുള്ള വിഷയം നമുക്കറിയാം. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തി മകനായി തീർന്നു കഴിയുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബ്രഹാം ദൈവത്തോട് ഒരിക്കൽ പറയുന്ന പറച്ചില്, എൻ്റെ വീട്ടിൽ ജനിച്ച എൻ്റെ ദാസനെ എലയാസാർ എൻ്റെ അവകാശിയാകുന്നു, എനിക്ക് മോനൊന്നും വേണ്ട, ഈ എലയാസാർ ഇരുന്നേച്ചാൽ മതി, പിന്നെ നമുക്ക് തുടർന്ന് നമ്മൾ കാണാനായിട്ട് കഴിയും ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി എന്നൊക്കെ ദൈവത്തോട് ആവശ്യപ്പെടുന്ന ചില സമയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്നാൽ ദൈവം അവനോട് പറയുകയാണ്, നിനക്ക് നിന്റെ ഭാര്യയായ സാറായിൽ നിന്ന് ജനിക്കുന്ന മകനെ തന്നെ ഞാൻ അവകാശിയാക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അബ്രഹാമിനോട് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ദാസനായിട്ടിരിക്കുക എന്നുള്ളതും എന്തൊക്കെ നമ്മുടെ വള്ളത്തോള് കവിത പാടിയതുപോലെ ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോലെ അടിമയാണ്. എലയാസാർ എന്ന് പറഞ്ഞാൽ മകനെ പോലെ തന്നെയാണ്. അബ്രഹാം പ്രധാനപ്പെട്ട ചില മിഷൻസ് ഒക്കെ എലയാസാറിനെയാണ് ഏൽപ്പിക്കുന്നത്, ഒക്കെ ശരിയാണ്. എന്നാൽ ഈ ദാസൻ ഒരിക്കലും മകനല്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് വളരെ നമ്മൾ വ്യത്യാസപ്പെടുത്തി നമുക്ക് തന്നെ നമ്മുടെ ഇമാജിനേഷനിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു ദാസന്റെ അവസ്ഥ എന്താണ്, ഒരു മകന്റെ അവസ്ഥ എന്താണ്. അതിന് സമാനമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുന്നു. മുടിയംപുത്രൻ അവൻ മകനായിരുന്നു, എന്നാൽ മകനായിരിക്കുന്ന സമയത്ത് അവൻ മാനസികമായിട്ട് ഒരു ദാസന്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ വളരുക. ആ പിതാവിനെ സ്നേഹിക്കാനോ പിതാവിന്റെ ഭവനത്തിലുള്ള നന്മകൾ അറിയാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനോ അതിൽ സന്തോഷിക്കാനോ ഒന്നും കഴിയാതെ അവൻ മാനസികമായിട്ട് ആ പിതാവിൽ നിന്ന് അകന്നു പോവുകയും അവന്റെ സന്തോഷവും സൗഭാഗ്യവും ഒക്കെ അവന്റെ കൂട്ടുകാരോടുകൂടി ആയിത്തീരുകയും അങ്ങനെ മാനസികമായിട്ട് അകന്നെ അവൻ ഒരു സുപ്രഭാതത്തിൽ അവന്റെ വീതവും ചോദിച്ചുകൊണ്ട് അവന്റെ ഓഹരിയും ചോദിച്ചുകൊണ്ട് അവൻ ആ ഭവനം വിട്ട് കടന്നു പോകുന്നതാ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് എല്ലാം തീർന്ന ശേഷം അവനവന്റെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഇനി അപ്പനോട് പോയി ഞാൻ പറയും, എന്നെ നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. ആ ഭാഗം നമുക്കറിയാമല്ലോ. അപ്പൊ അവിടെ ഒരു മകന്റെ പ്രിവിലേജസും അനുഭവങ്ങളും അതുപോലെ തന്നെ ഒരു ദാസൻ ആകുന്ന ഒരു അനുഭവവും അതെങ്ങനെയാണ് ആയിത്തീരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ആ പിതാവ് അത് അങ്ങനെ ഒരു ഡയലോഗ്, അങ്ങനെ ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു റിക്വസ്റ്റ് ആ പിതാവിനോട് പറയാൻ ഇടയായി തീരാതെ നേരത്തെ ഉള്ളതിനേക്കാളും അധികമായിട്ട് ആ മകനെ സ്നേഹിക്കുകയും പുത്രൻ എന്നുള്ള പോലെ തന്നെ അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്
നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നിട്ടാ കർത്താവ് പറഞ്ഞ് കളഞ്ഞുപോയതിനെ തിരഞ്ഞു കണ്ടെത്താനല്ലോ മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൈബിള് നമുക്ക് മുന്നിൽ വരച്ചു വെക്കുന്ന വേറൊരു ചിത്രമാണ് മോശയുടെയും ക്രിസ്തുവിൻ്റെയും കാര്യം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ വായിക്കുന്നത് മോശെ അരുളി ചെയ്യാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ മോശെ ദൈവത്തിന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കും. എന്നാൽ ക്രിസ്തുവോ ഭവനത്തിന്റെ അധികാരിയായ പുത്രനായിട്ട് തന്നെ എന്ന് നാം അവിടെ കാണുന്നു. അവിടെയും ആ പുത്രത്വം എന്താണ്, ദാസ്യത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വേറൊരു ഡയമെൻഷനിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് അവിടെ ഈ പഴയ നിയമത്തിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ഈ യഹൂദ പാരമ്പര്യങ്ങളിൽ സന്തോഷിച്ച് ഈ കർത്താവിനോടുള്ള ജീവിതത്തിൽ വളരെ നാളുകൾ നിന്ന പ്രിയപ്പെട്ടവർ തിരിച്ച് ആ ജൂഡൈസത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് എബ്രായ ലേഖനക്കാരൻ അത് വ്യക്തമായിട്ട് ചില പിക്ചറുകൾ അവിടെ വരയ്ക്കുന്നത്, അത് വരച്ച് അല്ലെങ്കിൽ ചില ഉപമാനങ്ങൾ, ചില കമ്പാരിസൺസ് അവിടെ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ ന്യായപ്രമാണത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോയാൽ നിങ്ങൾ തിരിച്ചു പോകുന്നത് ഒരു അടിമത്തത്തിൻ്റെയും ഒരു സ്ലേവറിയുടെ അനുഭവത്തിലേക്കാണ്, പുത്രത്വത്തിലേക്കല്ല. ഒരു ദാസ്യത്തിലേക്കാണ്, സ്ലേവറിയിലേക്കാണ്, അടിമത്തത്തിലേക്കാണ്. കാരണം ഈ പ്രമാണത്തിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിയും അവനതിൽ പൂർണ്ണത വരുത്താനായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിന് സാധിക്കത്തില്ല. മറിച്ച് പ്രമാണത്തിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിയും പ്രമാണത്തിന് ഒത്തിരി നന്മകളൊക്കെ ഉണ്ട്, എന്നാൽ അതേസമയം തന്നെ ഏത് വ്യക്തിയും അവൻ പരാജയപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്ങിനെയും തുടർന്ന് കുറ്റബോധത്തിനും അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനും നിത്യന്യായവിധി എന്നുള്ള ഒരു അനുഭവത്തിലേക്കാണ് അവർ കടന്നു പോകാൻ ഇടയായിത്തീരുന്നത്. ഒരിക്കലും ന്യായപ്രമാണം മുഖാന്തരം ഒരു ദേഹിയും ദൈവത്തിന് സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. എന്നാൽ അതിന് അപ്പിയറൻസ് ഓഫ് വിസ്ഡം ഉണ്ട്, അപ്പിയറൻസ് ഓഫ് നോളജ് ഉണ്ട്. അത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ കൃത്യമായിട്ട് അതിനെ കോട്ട് ചെയ്യാനായിട്ട് കഴിയും. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുത് എന്നൊക്കെ അടുക്കും ചിട്ടയോടൊക്കെ പറയാനായിട്ട് കഴിയും. അതിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുക. എന്നാൽ എങ്ങനെയൊക്കെ അത് പറഞ്ഞാലും അതൊരു ദാസ്യത്തിന് അനുഭവം. ഞാനിപ്പം ഒരു ഉദാഹരണം, ഞാൻ ആ ഭാഗത്ത് അങ്ങനെ ഇമാജിൻ ചെയ്തതാണ്. ഞാനിപ്പം മോശയെ അന്വേഷിച്ച് മോശയുടെ പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുക, അല്ലെങ്കിൽ ദൈവഭവനത്തിൽ എന്ന് പറയുക. എനിക്കൊരിക്കലും ലഭിക്കുന്ന സ്വീകാര്യം എന്ന് പറയുന്നത് മോശയെക്കാളും വലിയ സ്വീകാര്യം അവിടെ ലഭിക്കുകയില്ല. അദ്ദേഹം ഒരു ദാസനാണെങ്കിൽ ആ ദാസ്യത്വത്തിന്റെ സ്വീകാര്യം മാത്രമേ എനിക്ക് ലഭിക്കത്തുള്ളൂ. കാരണം എൻ്റെ ഫ്രണ്ട്, എനിക്കറിയാവുന്ന വ്യക്തി അവിടെ ആ ദാസനാണ്. ആ ദാസനുള്ള പ്രിവിലേജസും ആ ദാസനുള്ള ചില സൗകര്യങ്ങളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ അന്വേഷിച്ച് ചെല്ലുന്ന എനിക്കും കിട്ടിയേക്കും. അതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ക്രിസ്തു എനിക്ക് അവിടെ ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഞാൻ അന്വേഷിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് ആ ഒരു പുത്രന് ഒരു വീട്ടിൽ എന്തൊക്കെ പ്രിവിലേജസും അധികാരവും ഉണ്ടോ അതൊക്കെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അവിടെ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതായ കാര്യം. അപ്പൊ ക്രിസ്തുവ ഭവനത്തിന്റെ അധികാരിയ പുത്രനായിട്ട് തന്നെ എന്ന് നമ്മൾ അവിടെ വായിക്കും. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദാസ്യത്വം എന്താണ്, പുത്രത്വം എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. നമുക്കറിയാം, ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങുന്ന ഭാഗത്തും ചോദിക്കുന്നത്, ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരാണ്, കർത്താവിന്റെ ദാസൻ അത് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പം ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഈ ഗലാത്യ ലേഖനം തുടങ്ങിയപ്പം തൊട്ട് അല്ലെങ്കിൽ റോമാലേഖനം തുടങ്ങിയപ്പം തൊട്ട് ഒരു സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രമാണം ശരിയാകുകയില്ല, ഡൂസ് ആൻഡ് ഡോൺസ് ശരിയാകുകയില്ല, അത് നമ്മളെ ന്യായീകരിക്കത്തില്ല, പൂർണ്ണതയിലേക്ക് എത്തിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ വാദോരാതെ പറയുക. എന്നാൽ ഇതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ? ഒന്ന് ശരിയില്ല എന്ന് പറഞ്ഞ് കുറ്റപത്രം കൊടുക്കുന്നത് കൊണ്ടായില്ലല്ലോ. അതിനുള്ള പരിഹാരം എന്താ? ആ പരിഹാരമാണ് നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പം, കർത്താവേ ഞാൻ അവിടെ പോകണോ വേണ്ടേ? ഇന്നലെ പകലും എനിക്ക് അതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായി.
ഒരു പ്രത്യേക കാര്യത്തിന് ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ശാരീരികമായിട്ട് ഇപ്പോൾ വയ്യ, ഒരു 5 മിനിറ്റ് അടുപ്പിച്ച് നിൽക്കാൻ വയ്യ, അതുപോലെ കാലും ശരീരമൊക്കെ വേദനിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാനും കഴിയത്തില്ല. എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവളെയും വിളിച്ചുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്. അവളെ കൊണ്ട് ലീവൊക്കെ എടുപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലാണ് പോകുന്നത്. എന്നാൽ ഇന്നലെ പോയി ഉച്ചവരെ ഒരിടത്ത് അവിടെ പോയി നിന്നിട്ടും അത് വൃഥാവായി തീരാനും നിങ്ങൾ അടുത്ത ആഴ്ച വാ, ഒരേ കാര്യത്തിന് ഇവിടെ 10 പ്രാവശ്യമായി ഇപ്പോൾ പോകുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, അന്നേരം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചു, ദൈവമേ, രാവിലെ ഒന്നുകൂടെ ശരിക്കും പ്രാർത്ഥിച്ച് ഇരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് വരണ്ട എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായേനെ. അപ്പോൾ ന്യായപ്രമാണം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് ഷെൽഫിലൊക്കെ അടുക്കി വെച്ച പുസ്തകം പോലെ, ഏത് പുസ്തകമാണ് വേണ്ടിയെന്ന് നോക്കുമ്പോൾ ഉടനെ ആ പുസ്തകം ഇങ്ങ് എടുക്കാൻ തക്കവണ്ണം വളരെ കൃത്യമായിട്ട് അത് ലിഖിതമായിട്ട് എഴുതപ്പെട്ട ഒരു പ്രമാണമായിട്ടും ബൈഹാർട്ട് ചെയ്യാവുന്നതായിട്ടും ഓരോരോ സാഹചര്യങ്ങളിൽ ഏത് നിലയിൽ അപ്ലൈ ചെയ്യണമെന്നുള്ള നിലയിലും അതൊക്കെ ഓൾറെഡി വളരെ വ്യക്തമായിട്ട് ഡിഫൈൻഡാണ്. അങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട്. അതേസമയം അതുപോലെ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ വ്യക്തി എന്താ ചെയ്യേണ്ടത്? പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ അവൻ തീരുമാനം എടുക്കണമെങ്കിൽ വചനമൊക്കെ അവനുണ്ടെങ്കിലും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും, ആ പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് സംസാരിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം അവൻ കേൾക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ വിഷയങ്ങളോടുള്ള ബന്ധത്തിലും ഏതാ നമുക്ക് സൗകര്യം? ദിവസം ഒരു നേരം കൃത്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ കഷ്ടപ്പെട്ടിട്ടാ. വല്ലപ്പോഴും ആ ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥന പലപ്പോഴും നടക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്നു എന്ന് പറയുന്നത് പലർക്കും ഇന്നൊരു ലക്ഷ്വറിയാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് എല്ലാവരും കൂടെ നോക്കും, എടാ, പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്ന പുള്ളി മിക്കവാറും പ്രവാചകനായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മക്കളായി തീർന്ന എല്ലാ വ്യക്തികൾക്കുമുള്ള ദൈവസന്നിധിയിലുള്ള അവകാശമാണ് അവന്റെ പിതാവിന്റെ ഹിതം അറിയുകയും പിതാവിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇതിനു മുന്നേ 32-ാം സങ്കീർത്തനം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവം നമ്മളോട്, പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്താ? അത് ഞാൻ ദൃഷ്ടി വെച്ച ആലോചന ഞാൻ നിനക്ക് പറഞ്ഞു തരും. നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കയില്ല. അപ്പോൾ ലിഖിതമായി എഴുതപ്പെട്ട ചില വിഷയങ്ങളിലൂടെയല്ല, ഓരോ നിമിഷവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയും, ഞാനിന്നലെ പറഞ്ഞതുപോലെ പറക്കുന്ന ഒരു പ്ലെയിൻ കൺട്രോൾ ടവറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നോ ആ നിലയിൽ ബന്ധപ്പെട്ടിരിക്കുകയും ഓരോ നിമിഷവും അവനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ടവറിൽ നിന്ന് അവൻ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാ പുതിയ നിയമത്തിന്റെ ജീവിതത്തിന്റെ രഹസ്യം. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു മെനക്കെട്ട പരിപാടിയാണല്ലോ. കാരണം ഇന്നലെ ആകാത്ത ചില കാര്യങ്ങൾ ചെയ്തു, ആ കുറ്റബോധം നിമിത്തം ഇന്ന് ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പം ദൈവസന്നിധി അത് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച്, അതിനൊന്നും സമയമൊന്നും വേണ്ട, ദൈവസന്നിധിയിൽ വളരെ പ്രാഗൽഭ്യത്തോടെ ഏത് നിമിഷവും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി അവന്റെ കൃപാസനത്തിന് അടുത്തേക്ക് അതിധൈര്യത്തോടെ കടന്നു ചെല്ലാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന സബ്ജക്റ്റ്, ഈ പ്രമാണം വേണ്ട എന്ന് പറയുമ്പോൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ളത് എന്താ? അതിന് പകരമായിട്ടുള്ളത് ദൈനംദിനം അനുനിമിഷം നമുക്ക് കേൾക്കാൻ കഴിയുന്നതും നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നതുമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് പ്രിയപ്പെട്ടവരെ. ആ പരിശുദ്ധാത്മ ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ ഊന്നുവടിയായിട്ട് ഈ പ്രമാണമെങ്കിലും ഉള്ളത് തന്നെ നല്ലത്. ഞാനത് അങ്ങനെ പറയുന്നത് എൻ്റെ ഒരു മാനുഷികമായ ചിന്തയിലാണ് ഞാൻ പറയുന്നത്. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഉള്ളതാണ് നല്ലത്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശബ്ദത്തിലും ആ വെളിച്ചത്തിലും നടക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് പിന്നെ എന്താ അവൈലബിൾ ആയിട്ടുള്ളത്? പിന്നെ എന്താ അവനെ ആശ്രയിക്കാനായിട്ട് കഴിയുന്നു? അപ്പോൾ ഒരു നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെനക്കെട്ട ജീവിതമാണ്. മെനക്കെട്ട ജീവിതം എന്ന് പറയുന്നത് ഓരോ വിഷയങ്ങളുള്ള ബന്ധത്തിലും ദൈവമുഖം അന്വേഷിക്കണം, ഓരോ നിമിഷവും ദൈവത്തോടുള്ള ആ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മുടെ മാനുഷികമായിട്ടുള്ള ചില സൗകര്യങ്ങൾക്കും മനസ്സിന്റെ ചില സംവിധാനങ്ങൾക്കും ഒക്കെ ഇച്ചിരി മെനക്കേട് തന്നെയാണ്. ഇത്തരം മെനക്കേടെന്ന് പറയുമ്പോഴും ദൈവത്തോട് കൂടെ നടന്ന് പരിചയിച്ച ഒരു വ്യക്തിക്ക് ദൈവശബ്ദം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഇരിക്കുകയോ കാക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കുകയും ഇടപെടുകയും ഹൃദയത്തിൽ ദൈവഹിതം എന്താണെന്നും ആലോചന എന്താണെന്നും അനുനിമിഷം തിരിച്ചറിയുന്ന ഒരു ജീവിതമാണ് അതിന് പകരം ഉള്ളത്.
അപ്പോൾ പ്രമാണമല്ല എന്നും പറഞ്ഞ് ഈ പ്രമാണത്തിനെ ഇട്ട് കുറ്റം പറയുന്നത് കേട്ട് നിങ്ങളുടെ ആരുടെയും മനസ്സ് കഠിനപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടാണ് വേണ്ടത്. അതിനുള്ള പകരം ദൈവം തന്നിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഈ പ്രമാണത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ വരുന്നത്. അത് നമുക്ക് കാണാം. 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അത് 18-ാം വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ് ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ലാത്തവരായിട്ട് തീരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത്, ഒരുപക്ഷെ ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ ആ നിലയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പം അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും കുറച്ചുകൂടെ ശ്രേഷ്ഠമാണെന്നും ബുദ്ധിപരമായിട്ട് കുറച്ചുകൂടെ അപ്പീലിംഗ് ആണെന്നും ഒക്കെ നമുക്ക് തോന്നാവുന്ന ഒരു പല സൗകര്യങ്ങളും ഈ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഭാഗം അബ്രഹാമിന്റെ കാര്യത്തിൽ അവിടെ എഴുതിയേക്കാണ്. എന്താണ് അവിടെ ചെയ്തത്? 2 പ്രമാണങ്ങൾ 2 സ്ത്രീകളെ, സാറയെയും അതുപോലെ ഹാഗാറിനെയും സൂചിപ്പിക്കുന്നു. ഇത് 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായ് മലയിൽ ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ എന്നത് അറബ് ദേശത്തെ സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിന് ഒക്കുന്നു. ഇപ്പോഴത്തെ യെരുശലേം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവകൃപയിലേക്ക് കടന്നു വരാൻ കഴിയാതെ, ദൈവകൃപയെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ യഹൂദന്മാര് ആയിരിക്കുന്ന അവരുടെ അടിമത്തത്തിന്റെ അനുഭവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് മക്കളോടുകൂടി അടിമത്തത്തിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പോൾ നമുക്കിന്നൊരു വേറൊരു യെരുശലേം, പുതിയ യെരുശലേം, സ്വർഗത്തിലെ ആദ്യജാതന്മാർ സഭ എന്നൊക്കെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഒരു മുകളിലുള്ള യെരുശലേം നമുക്ക് വേണ്ടിയുണ്ട് എന്നവിടെ വായിക്കും. അപ്പോൾ അത് എന്നിട്ട് പ്രതിവിധിയായിട്ട് പറയുന്നത്, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ചവരാകുന്നു. ഇന്നലെ ഓൾറെഡി അത് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട്. ഈ ജനനം കൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം പാപികളെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും എൻ്റെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ഞാനൊരു അടിമയായിട്ടല്ല ഞാൻ തീരുന്നത്. ഒരുപക്ഷെ നേരത്തെ അടിമയായിരുന്നെങ്കിൽ തന്നെ അടിമയായിരുന്ന ഞാൻ ഇന്ന് ആ ഭവനത്തിലെ അവകാശിയും അധികാരിയും യേശുക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയും ദൈവത്തിന് അവകാശിയുമായി തീർന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരികയും ഒരു മകനുള്ള എല്ലാ റൈറ്റ്സും എല്ലാ പ്രിവിലേജസും എല്ലാ സൗകര്യങ്ങളും എല്ലാം ഒരു മകൻ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എന്താണോ അർത്ഥമാക്കുന്നത് അതെല്ലാം പ്രാപിച്ചവനും അതെല്ലാം ഉള്ളവനുമായിട്ട് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിന്റെ വാഗ്ദത്ത നിമിത്തം ഞാനൊരു മകനായിട്ട് തീർന്ന് ഇസഹാക്ക് വാഗ്ദത്തത്താൽ ജനിച്ചതുപോലെ ഞാൻ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മീയമായിട്ടായിരിക്കുന്നു എന്ന് പറയാനും ദൈവം എന്നെ നീതീകരിക്കുകയും തൻ്റെ മകനാക്കി തീർക്കുകയും ചെയ്തു. എന്നെ കുറ്റം വിധിക്കാനോ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനോ ആർക്കും കഴിയാതെ വണ്ണം ഇസഹാക്ക് മകനായി തീർന്നതുപോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളായിട്ട് നമുക്ക് തീരാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തു. എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞേക്കുന്നത്, അബ്രഹാം പിന്നെയും ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നത് 17-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം 17-18 വായിക്കുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും അബ്രഹാം ദൈവത്തോട് പറയുന്നത്, ഇസ്മായേൽ എൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി കർത്താവേ എന്നാ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇസ്മായേലിനെ അബ്രഹാമിന്റെ അബദ്ധമാണ്, അബ്രഹാം ചെയ്ത അനുസരണക്കേടാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആ ഇസ്മായേലിനെ കുറിച്ചും ദൈവം അബ്രഹാമിനോട് ചില വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ അവനെ ഉപേക്ഷിക്കുകയില്ല, അവനൊരു വലിയ ജാതിയായി തീരും. അതിന്റെ 20-ാം വാക്യം, ഇസ്മായേലിനെ കുറിച്ച് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്ത സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിപ്പിക്കും, അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും, ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും, എൻ്റെ നിയമം ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ജനിപ്പാനുള്ള സാറാ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസ്ഹാക്കിനോട് ആകുന്നു. അവനെ ഞാൻ തള്ളിക്കളയത്തൊന്നുമില്ല, അവനെയും ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞതിന് ശേഷം, എന്നാൽ എൻ്റെ നിയമം ഞാൻ ഉറപ്പാക്കുന്നത്, നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന എൻ്റെ നിയമം ഞാൻ ഉറപ്പാക്കാൻ പോകുന്നത് അടുത്ത വർഷം സാറാ പ്രസവിക്കാൻ പോകുന്ന മകനുമായിട്ടാകുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുക.
അപ്പോൾ അബ്രഹാമിന് നമുക്കറിയാമല്ലോ, എത്ര നാൾ കാത്തിരുന്ന് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകൻ ജനിച്ചപ്പോൾ പല നിലയിലും ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ഈ മകനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടും സസ്റ്റെയിൻ ചെയ്തുകൊണ്ടും പോകാനായിട്ട് ഉള്ളൊരു മാനസികാവസ്ഥയിലാണ് അബ്രഹാം ആയിരിക്കുന്നത്. എങ്കിലും ദൈവം അവനെക്കുറിച്ച് വാഗ്ദത്തവും കാരണം ഒരിക്കൽ കാണിപ്പായിരിക്കും ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് സ്വന്തം ഭവനവും ചാർച്ചക്കാരെ ഉപേക്ഷിക്കേണ്ടി വന്ന അബ്രഹാമിനറിയാം ഈ വഴിനീളം ദൈവം എങ്ങനെയാണ് തന്നെ സഹായിച്ചതെന്ന്. അതേ ദൈവത്തിൽ ആശ്രയിക്കത്തക്കവണ്ണം, തൻ്റെ മകന് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കത്തക്കവണ്ണം തുടർന്ന് ഇസ്ഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പരിഹാസിയായിരിക്കുന്നതും ഈ വാഗ്ദത്ത സന്തതി അവൻ ഉപദ്രവിക്കുന്നതും നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിനെയും ഇവിടെ ഉപമിച്ചിട്ടുണ്ട്. അന്ന് ആ വാഗ്ദത്ത സന്തതിയെ ജഡപ്രകാരമുള്ള സന്തതി ഉപദ്രവിച്ചതുപോലെ തന്നെ ഇന്ന് വാഗ്ദത്താൽ ജനിച്ച ദൈവത്തിന്റെ മക്കളെ ജഡീയമായിട്ട് ഉള്ള അല്ലെങ്കിൽ ഈ അടിമത്തത്തിൽ ഇരിക്കുന്ന ഈ യഹൂദന്മാർ ഉപദ്രവിക്കുന്നത് കാണുന്നു. നമുക്കറിയാമല്ലോ, ആദ്യത്തെ 1-ാം സെഞ്ചുറി 2-ാം സെഞ്ചുറി മുഴുവൻ ക്രിസ്തീയ സഭയ്ക്ക് നേരിട്ട പല ഉപദ്രവങ്ങളുടെയും ഹേതു എന്ന് പറയുന്നത് അതിന്റെ തുടക്കം യഹൂദന്മാരെന്ന് തന്നെയായിരുന്നു. എനിക്ക് പലപ്പോഴും വെളിപ്പാട് പുസ്തകം വായിക്കുമ്പം വളരെ വിഷമം തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഏതൊരു സഭയോട് പറയുമ്പം അവിടെ തന്നെ പറ്റി തന്നെ പറയുന്നുണ്ട്. കാരണം അന്ന് സിനഗോഗുകളിൽ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പര്യമ്പറത്തെങ്ങാനും കയറിയിരുന്നായിരുന്നു അന്നത്തെ യഹൂദ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് അവർ അനുവദിക്കുകയും ചെയ്തിരുന്നു. ആയിക്കോട്ടെ, അവരെ മൂലയ്ക്ക് എങ്ങാനും കയറിയിരുന്നോട്ടെ എന്നുള്ളതിലേക്ക്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നാൽ ഇവരെ കൊണ്ട് നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഈ ബെന്തിക്കോസുകാരെ കൊണ്ട് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉപദ്രവം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ പോലെ ഈ യഹൂദന്മാർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഈ യഹൂദ ക്രിസ്ത്യാനികളെ കൊണ്ടാണ് നമുക്ക് മൊത്തത്തിൽ ഈ റോമാ സാമ്രാജ്യത്തിൽ നമുക്ക് എതിർപ്പുണ്ടാകുന്നത്. അതുകൊണ്ട് ഇവരെ നമ്മൾ ഇനി സിനഗോഗിൽ കയറ്റരുത് എന്ന് വിചാരിക്കുന്ന ഒരു അഭിപ്രായം അവരുടെ രൂപമെടുത്തു. അങ്ങനെയാണ് ഇവരുടെ യഹൂദന്മാരുടെ പ്രാർത്ഥന കഴിയുന്ന ഉടനെ ഇവർ ഓടി വരും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി. അപ്പൊ ഇവര് ദൂരത്തുനിന്ന് ഓടി വരുന്ന കണ്ടുകൊണ്ട് ഇവർ ഇതിന്റെ വാതിലുകൾ കൊട്ടിയടച്ചു കളയും. അങ്ങനെ വേറെ എങ്ങും പ്രാർത്ഥനയ്ക്ക് പോകാൻ സ്ഥലമില്ലാത്ത നിലയിൽ അവർ വളരെ വിഷമിച്ച ഒരു സാഹചര്യത്തിലാണ്. എനിക്കൊന്ന് ഫിലദൽഫിയയിലെ സഭയിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, അതോ വേറെ ഏതോ സഭ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനായിട്ടുള്ള ഞാൻ എഴുതുന്നത് എന്ന്. അപ്പൊ ഈ നിലയിലുള്ള സോഷ്യലായിട്ടുള്ള വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില എക്സ്കമ്മ്യൂണിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ തന്നെ ബന്ധുക്കളോ ചാർച്ചക്കാരോ ഒക്കെ തന്നെയാണ് ഇവര്. എന്നാൽ അങ്ങനെ മനസ്സിന് വളരെ വിഷമം ഉണ്ടാക്കുന്നതിനുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം, അതുകൊണ്ട് നിങ്ങൾ ഒരു സൈഡിൽ കൂടെ ഈ പ്രമാണവും എന്നാൽ പേര് ക്രിസ്ത്യാനി എന്ന് ആയിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ പഴയ നിയമ ജീവിതം ഈ പ്രമാണ ജീവിതം തന്നെ ജീവിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അബ്രഹാമിനോട് പറഞ്ഞ അതേ കാര്യമാണ് പറയാനുള്ളത്. ദാസിയെയും മകനെയും പുറത്താക്കി കളക. നമ്മളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ചില പ്രമാണത്തിൽ അധിഷ്ഠിതമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശബ്ദം കേൾക്കാതെയുള്ള ഒരു ജീവിതമല്ല നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശബ്ദം കേട്ട് പ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡുകൾക്ക് ഉപരിയായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാനും അങ്ങനെ മുന്നോട്ട് പോകാനുമാ കർത്താവ് ആഗ്രഹിക്കുന്നത്. എഴുതപ്പെട്ട പ്രമാണം ഓർക്കാനും റിസൈറ്റ് ചെയ്യാനും അത് പിന്നെ കോട്ട് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. പല സാഹചര്യങ്ങളിലും അത് അപ്ലൈ ചെയ്ത് അതിന്റെ ഓരോ ആപ്ലിക്കേഷൻസ് ആയിട്ട് അത് വ്യാഖ്യാനിക്കാനും എളുപ്പമാണ്. എന്നാൽ ഇന്നത്തെ കാര്യം ഇന്നത്തെ നിലയിൽ ഇന്ന് വേണ്ട പരിശുദ്ധാത്മ ശബ്ദം കേട്ട് അത് ജീവിതത്തിൽ ഗ്രഹിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുള്ളത് ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്രയമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ദാസിയെയും മകനെയും പുറത്താക്കി കളക എന്ന് പറഞ്ഞപ്പോൾ എത്രമാത്രം ആ അബ്രഹാമിന് ഇഷ്ടപ്പെടാതെ പോയി കാണും. കാരണം ഒരപ്പന് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്നാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നിന്റെ സ്നേഹം കൊണ്ട് അവനെ പുറത്താക്കാൻ കഴിയുന്നില്ല, എന്നാൽ എൻ്റെ സ്നേഹം പൂർണ്ണമായിട്ട് അവൻ്റെ മേൽ വരണമെങ്കിൽ നീ അവനെ പുറത്താക്കിയേ പറ്റൂ. എനിക്ക് അവനെക്കുറിച്ചുള്ള പദ്ധതി നടപ്പാകണമെങ്കിൽ നീ അവനെ പുറത്താക്കിയേ പറ്റൂ. നമ്മൾ സാധാരണഗതി വിചാരിക്കും, കണ്ടില്ലേ വേറൊരു അടിമയുടെ മോനോട് കാണിക്കുന്ന വേർകൃത്യം കണ്ടോ, ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആൾക്കാർ കൊള്ളാമല്ലോ എന്നാ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് ഇസ്മായിലിനെ പുറത്താക്കി കളകാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. എന്നാൽ വാഗ്ദത്ത സന്തതിക്ക് വെച്ചിരുന്ന അതിനേക്കാളും ടഫായിരുന്നു. അത് നമ്മൾ ഓർക്കണം. ഇസ്മായിലിനെ പുറത്താക്കി കളയാനേ പറഞ്ഞുള്ളൂ, കൊല്ലാൻ പറഞ്ഞില്ല, യാഗം കഴിക്കാൻ പറഞ്ഞില്ല.
എന്നാൽ ഈ ഇസഹാക്കിനെ പറ്റി പറയുന്നത്, പിന്നെ അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ നിന്റെ മകനെ, ഏകജാതനായ മകനെ തന്നെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളിച്ചു. ഇത് ഇച്ചിരൂടെ കട്ടിയായിരുന്നു. മറ്റത് പുറത്താക്കി കളയാനേ പറഞ്ഞുള്ളൂ. എന്നാൽ എൻ്റെ സ്നേഹം അവൻ്റെ മേലാകത്തക്കവണ്ണം, എൻ്റെ പദ്ധതി അവൻ്റെ മേലാകത്തക്കവണ്ണം, ഞാൻ എൻ്റെ സ്വന്തം പേരുകൊണ്ട് ആണയിട്ട് അവന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് നീ അവനെ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കുക. നമുക്കറിയാമല്ലോ, അതേ അധ്യായത്തിന്റെ അവസാനം വായിക്കുന്നുണ്ട്. ഈ 22-ാം അധ്യായത്തിന് തന്നെ അവസാനം വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അതിന്റെ 12-ാം വാക്യം, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല, തുടർന്ന് നമ്മൾ വായിക്കുന്നത്, സ്വന്തം പേരുകൊണ്ട് ദൈവം ആണയിട്ട് അബ്രഹാമിന് തൻ്റെ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചു കൊടുക്കുന്നതും അവിടെ താഴെ നമുക്ക് കാണിക്കാനാണ്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും എന്ന് അവിടെ നമ്മൾ വായിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ചില കാര്യം ഒരുപക്ഷെ മാനുഷികമായിട്ട് നമുക്ക് ചില പ്രയാസകരമായ കാര്യമാണെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കെയറിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരായിത്തീരുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തിൻ്റെ ഈ ഒരു പ്രയോജനവും ഇല്ലാത്ത സ്നേഹത്തിന് കീഴിൽ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ ചിലരെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള നമ്മുടെ വ്യാമോഹം വിട്ടിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും നമ്മൾ ദൈവത്തെ അവർക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതാ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അല്ലാതെ ആ ഭാരം എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നതിലല്ല. ഇവിടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയുക, ദാസിയെയും മകനെയും പുറത്താക്കിക്കള, ദാസിയെയും മകനെയും പുറത്താക്കിക്കള. ഇത് രണ്ടും കൂടെ കോഎക്സിസ്റ്റ് ചെയ്യത്തില്ല. ദ ലോ ആൻഡ് ഗ്രേസ് കനോട്ട് കോഎക്സിസ്റ്റ്. ഈ കൃപയുടെ പ്രമാണത്തിനും ഈ ന്യായപ്രമാണത്തിനും ഒരുമിച്ച് പോകാൻ കഴിയയില്ല. പരിശുദ്ധാത്മ ശബ്ദത്തിനും കല്ലിൽ എഴുതിയിരിക്കുന്ന കൽപ്പനയ്ക്കും ഒരുമിച്ച് പോകാൻ കഴിയത്തില്ല. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവാ. നേരത്തെ നമ്മൾ ചിന്തിച്ചപ്പോൾ ഒന്ന് മനുഷ്യന്റെ കഴിവിൽ ആശ്രയിക്കുകയാണ്, മറ്റേത് മനുഷ്യന്റെ കഴിവില്ലായ്മ വെളിപ്പെടുത്തി ദൈവം സൗജന്യമായി തരുന്ന ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിക്കുന്ന അനുഭവമാണ്. ഞാൻ എൻ്റെ വായിച്ച ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കും. അതുകൊണ്ട് നമ്മളിനി ദാസനല്ല പുത്രനത്രേ. പുത്രൻ എന്നുള്ള നിലയിലുള്ള എല്ലാ പ്രിവിലേജസും ഈ ദിവസങ്ങളെ അനുഭവിക്കാനായിട്ട് ദൈവം നമുക്കിടയാക്കിക്കൊണ്ട് തുടർന്നും ആ പുത്രത്വത്തിൻ്റെ എല്ലാ ഫുൾ ഫ്ലെഡ്ജഡായിട്ടുള്ള ആ പ്രിവിലേജിൽ ജീവിക്കാനും ഈ ലോകത്ത് അനേകരെ ഈ പുത്രത്വത്തിലേക്ക് സൗജന്യമായി ലഭിക്കുന്ന ഈ പുത്രത്വത്തിന്റെ അനുഭവത്തിലേക്ക്, ദാസ്യത്വത്തിൽ കിടന്ന ദാസ്യ മനസ്സിൽ ദൈവത്തെ പേടിച്ച് അല്ലെങ്കിൽ പല കൽപ്പനകളെ പേടിച്ച് അങ്ങനെ ഭയപ്പെട്ട് കുറ്റബോധപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു അപകർഷതാബോധത്തോടെ ഇരിക്കുന്നതിനേക്കാളും ഞാൻ എൻ്റെ ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്, വിലപ്പെട്ടവനാണ്, എൻ്റെ ദൈവം എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നു, അവൻ തൻ്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത് എന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം പ്രസാദം തോന്നിയ ദൈവമാണെന്നുള്ള വലിയ ആഴമായ പരിജ്ഞാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.